നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതിലുള്ള പല ദിവസങ്ങളിലും രക്തച്ചൊരിച്ചിലുകളാൽ നിറഞ്ഞവയായിരുന്നു. യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, ഇങ്ങനെ തുടർച്ചയായി മനുഷ്യർ ഭൂമിക്കായി രക്തങ്ങൾ നൽകിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ പേജുകൾ തുറന്നു നോക്കുമ്പോൾ അത് മുഴുവനും രക്തത്തിന്റെ പാടുകളാൽ നിറഞ്ഞതായി തോന്നും. പക്ഷേ ഒരു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രത്തിനുള്ളിൽ നടന്ന രക്തച്ചൊരിച്ചിൽ അത് വലിയൊരു സെൻസേഷനായി തന്നെ മാറി. 2025 നവംബർ മാസം 11 വിരുദുനഗർ ജില്ലയിൽ രാജപാളയം സമീപത്തുള്ള ദേവധാനു ഗ്രാമം. രാവിലെ സമയം ഏകദേശം 8 മണിയോട് അടുക്കുകയായിരുന്നു. വയലുകളിലേക്ക് പോകുന്ന കർഷകരും, ജോലിക്കായി പുറത്തേക്ക് പോകുന്ന ആളുകളും, സ്കൂൾ കോളേജുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും, വീട്ടുപണികളിൽ തിരക്കിലായിരുന്ന സ്ത്രീകളും, ഇങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാവരും ഒരേയൊരു ദിശയിലേക്കാണ് പോകുന്നത്. ഗ്രാമത്തിനടുത്തുള്ള കാടിനുള്ളിലെ നർച്ചാടെ തവിർത്തരുളിയ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തെക്കൻ ജില്ലകളിലെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശസ്ഥലമായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധ സ്ഥലമാണിത്. അതുമാത്രമല്ല, ചോളരാജാവ് വിഷം പുരട്ടിയ വസ്ത്രം ധരിപ്പിച്ച് പാണ്ഡ്യരാജാവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ ശിവൻ അത് തടഞ്ഞ് പാണ്ഡ്യന്റെ ജീവൻ രക്ഷിച്ചുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ആ ദേവനെ നർച്ചാടൈ തകർത്തരുളിയ സ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. കൂടാതെ കണ്ണ് സംബന്ധമായ അസുഖമുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ രോഗം മാറുമെന്നൊരു വിശ്വാസവും അവിടെയുണ്ട്. ഇത്രയും ചരിത്ര പ്രാധാന്യവും വിശേഷങ്ങളുമുള്ള ഈ ക്ഷേത്രത്തിലേക്കാണ് ആ രാവിലെയോടെ ആളുകൾ ഭീതിയോടെ എത്തിയത്. പക്ഷേ ആരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയില്ല. എല്ലാവരും പുറത്തുനിന്ന് ഭയത്തോടെ അകത്തേക്ക് നോക്കി നിന്നു. കാരണം അവിടെ പൂജാരി തിരക്കിലായിരുന്നു. പോലീസ് ആ ക്ഷേത്രത്തിനുള്ളിൽ എന്തൊക്കെയോ തിരക്കിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതിന് പിന്നിലെ കാരണം ക്ഷേത്രത്തിനുള്ളിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകമാണ്. ഒരാളെയല്ല, 2 പേരെയാണ് അവിടെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 1000 വർഷം പഴക്കമുള്ള ചോളകാലത്തെ ക്ഷേത്രത്തിനുള്ളിൽ കൊലപാതകം നടന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ജനക്കൂട്ടം അവിടെ ഒത്തുകൂടി. എന്തിനാണ് ക്ഷേത്രത്തിനുള്ളിൽ ഈ കൊലപാതകം നടന്നത്? ആരെ കൊന്നു? എന്തിന് കൊലപാതകം ചെയ്തു? ഇത്രയും പഴക്കമുള്ള ചരിത്രക്ഷേത്രമായതിനാൽ നിധി കണ്ടെത്താനായി മനുഷ്യകൊല നടത്തിയതാണോ, നരബലി നടത്തിയതാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? ഈ കേസിൽ നടന്ന സംഭവങ്ങളെയും ഒരിക്കലും പ്രവചിക്കാനാകാത്ത ട്വിസ്റ്റിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. നവംബർ 10 അർദ്ധരാത്രി. ജോലി ക്ഷീണത്തിൽ ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും ഉറക്കത്തിലായിരുന്ന ആ സമയത്ത് ഗ്രാമത്തിന് പുറത്തുള്ള നർച്ചാടെ തവിർത്തരുളിയ സ്വാമി ക്ഷേത്രത്തിലെ മതിലുകൾ കയറി ചില ആളുകൾ നിശബ്ദമായി ചുറ്റി നടന്നു. ഒരു ശബ്ദം ഉണ്ടാക്കാതെ കൈസൂചനകളിലൂടെ മാത്രം സംസാരിച്ചിരുന്ന ആ സംഘം ഒരാൾക്ക് പിന്നാലെ ഒരാൾ എന്ന രീതിയിൽ ക്ഷേത്രം മതിൽ ചാടി അകത്ത് കയറി. എല്ലാം നിശബ്ദമായിരുന്ന ആ രാത്രിയിൽ മതിലിൽ നിന്നും നിലത്തേക്ക് ചാടിയ ഒരാളുടെ ശബ്ദം രാത്രി കാവലിലുണ്ടായിരുന്ന 55 വയസ്സുകാരൻ പെച്ചിമുത്തുവിനും 60 വയസ്സുകാരനായ ശങ്കരപാണ്ഡ്യനും വ്യക്തമായി കേട്ടു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് കാവലിരുന്ന ഇരുവരും ആ ശബ്ദം കേട്ടതോടെ മുൻഭാഗത്തേക്ക് ഓടിയെത്തി. അവർ ക്ഷേത്രത്തിനുള്ളിൽ ചില ആളുകൾ ചുറ്റി നടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. ഉടൻ തന്നെ അലറാൻ ശ്രമിച്ചു. പക്ഷെ പിന്നിൽ നിന്നും പിടികൂടി ആ സംഘം കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ വാൾ ഉപയോഗിച്ച് ഇരുവരെയും ക്രൂരമായി ആക്രമിച്ചു. കഴുത്ത്, തല, നെഞ്ച്, ശരീരം ഒട്ടാകെ തുടർച്ചയായി വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ് 2 സുരക്ഷാ ജീവനക്കാർ രക്തത്തിൽ കുളിച്ച് നിലത്ത് വീണു. അവർ വീണുകിടന്ന ആ സ്ഥലം അത് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവസാനമായി നിലത്ത് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ വിശുദ്ധ ഭാഗമായിരുന്നു. ആ ധ്വജസ്തംഭത്തിന്റെ മുന്നിലായിരുന്നു അവരുടെ രക്തത്തിൽ കുളിച്ച ശരീരങ്ങൾ കിടന്നിരുന്നത്. ഇരുവരും മരിച്ചു എന്നുറപ്പാക്കിയ ശേഷം ആ സംഘം ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ CCTV ക്യാമറകളും തിരഞ്ഞു കണ്ടെത്തി. അതിനുശേഷം അവയെ തകർക്കാൻ തുടങ്ങി. CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന DVR സ്റ്റോറേജ് ബോക്സും അവർ എടുത്തു മാറ്റി. അതിനുശേഷം അവരുടെ ലക്ഷ്യം ക്ഷേത്രത്തിനുള്ളിലെ നേർച്ചപ്പെട്ടിയായിരുന്നു. കാരണം അതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. ആ ക്ഷേത്രത്തിൽ ആകെ 6 വലിയ നേർച്ചപ്പെട്ടികൾ ഉണ്ടായിരുന്നു. ആദ്യം അവർ അതിലെ 1 പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് തകർക്കാൻ കഴിഞ്ഞില്ല. ആ ഒന്നുപോലും അവരെ കൊണ്ട് തകർക്കാൻ കഴിയാത്തതിനാൽ ബാക്കിയുള്ളവയും തകർക്കാൻ സാധിക്കില്ല എന്നവർ കരുതി. അങ്ങനെ നേർച്ചപ്പെട്ടി പൊളിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ചില വെള്ളി വിളക്കുകളും ആഭരണങ്ങളും മോഷ്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അടുത്ത ദിവസം
2025 നവംബർ 11 രാവിലെ ഏകദേശം 7 മണിയോടെ പകൽ ഡ്യൂട്ടിക്കായി എത്തിയ സുരക്ഷാ ജീവനക്കാരൻ ധ്വജസ്തംഭത്തിന് മുന്നിൽ 2 സഹപ്രവർത്തകർ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നത് കണ്ടെത്തി. ആ കാഴ്ച കണ്ട അദ്ദേഹം ഞെട്ടലിൽ മരവിച്ചുപോയി. ഉടൻ തന്നെ ക്ഷേത്ര അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു. ചില മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലത്തെത്തിയ പോലീസ് ക്രൈം സീൻ പരിശോധിച്ച് ക്ഷേത്ര അധികൃതരോട് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ക്ഷേത്രത്തിന് മുന്നിൽ ഒത്തുകൂടിയ ജനങ്ങൾ പോലീസിനോട് തുടർച്ചയായി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു. പോലീസ് എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അശ്രദ്ധ കാരണം 2 ജീവനുകൾ നഷ്ടമായി. അവരുടെ കുടുംബത്തോട് ഇനി ആരും മറുപടി പറയും? കൊലയാളിയെ പിടിക്കാനായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും, ബസ്സുകൾ തകർക്കും, ഇങ്ങനെയെല്ലാം. പോലീസ് അവരെ വളരെ ശാന്തമായി നിയന്ത്രിച്ചു. പക്ഷേ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ പറഞ്ഞതുപോലെ ജനക്കൂട്ടം പോലീസിനോട് കോപത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. 100 പേർ കൂടിയാൽ എല്ലാവരും ചോദ്യം ചോദിക്കില്ലല്ലോ. ഒരാൾ അല്ലെങ്കിൽ 2 പേരായിരിക്കും ശക്തമായി പ്രതികരിക്കുക. അങ്ങനെ പോലീസിനോട് ഏറ്റവും കടുത്ത രീതിയിൽ ചോദ്യം ചോദിച്ചയാളെയും ഞങ്ങൾ പ്രതിഷേധിക്കും, ബസ്സുകൾ തകർക്കുമെന്ന് പറഞ്ഞ ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, അത്ര പറഞ്ഞതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്തത് എന്ന്. പക്ഷെ ഞാൻ ഇനി പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കും അതിലും വലിയ ഞെട്ടലായിരിക്കും. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, എൻകൗണ്ടർ ചെയ്തു. പോലീസിനോട് ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയും ബസ്സുകൾ തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് അതേ ഗ്രാമത്തിലെ 25 വയസ്സുകാരനായ നാഗരാജായിരുന്നു. യുവരക്തം. കോപത്തിൽ പറഞ്ഞതായിരിക്കാം എന്ന് നിങ്ങൾ കരുതാം. അതിനാണ് അറസ്റ്റ് ചെയ്ത് വെടിവെക്കുന്നത് എന്നും ചോദിക്കാം. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ പോലീസ് ചെയ്തത് ശരിയാണെന്ന് പലരെയും ചിന്തിപ്പിച്ചു. അങ്ങനെ അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ ഇതായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഇത്തരമൊരു കൊലപാതകം നടന്നു എന്നറിഞ്ഞ ഉടനെ പോലീസ് സംഘം സ്ഥലത്തെത്തി. ക്രൈം സീൻ പരിശോധിച്ച ശേഷം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അതോടൊപ്പം ഫോറൻസിക് സംഘത്തെയും വിളിച്ചു. ഫോറൻസിക് ടീം ഈ സംഭവ സ്ഥലത്തെ വിരലടയാളങ്ങൾ പരിശോധിച്ചു. പക്ഷേ കൊലയാളികൾ വളരെ കൃത്യമായി പദ്ധതിയോടെയായിരുന്നു വന്നത്. അവർ ഗ്ലൗസ് ധരിച്ചിരുന്നതായി പോലീസിന് മനസ്സിലായി. വിരലടയാളങ്ങൾ കിട്ടാതായപ്പോൾ പോലീസ് കാലടി ചുവടുകൾ അന്വേഷിച്ചു. അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഇത് സാധാരണ കുറ്റവാളികളുടെ ജോലിയല്ല എന്ന്. അതെ, വിരലടയാളങ്ങൾ ഒഴിവാക്കാൻ ഗ്ലൗസ് ധരിച്ചിരുന്ന അവർ കാലടി ചുവടുകൾ ഒഴിവാക്കാൻ സോക്സും ധരിച്ചിരുന്നു. അതേസമയം ഫോറൻസിക് സംഘം ഈ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിലെ എല്ലാ CCTV ക്യാമറകളും തകർത്ത നിലയിലായിരുന്നു. ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോറേജ് ബോക്സ് DVR അതും മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി. പക്ഷേ ചീത്ത കാര്യങ്ങൾക്കിടയിലും ഒരു നല്ല കാര്യമുണ്ടെന്ന പോലെ പോലീസിന് അവിടെ നിന്നും ഒരു നിർണായക തെളിവ് ലഭിച്ചു. നിങ്ങളുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ഇത്ര ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി ക്ഷേത്രം കവർന്നുകൊണ്ടുപോയിട്ടും നിങ്ങളെല്ലാം നോക്കി നിന്നോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കോപത്തോടെ മഹാദേവന്റെ വിഗ്രഹത്തിലേക്ക് നോക്കി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവരുടെ മനസ്സ് ശാന്തമായി. കാരണം ക്ഷേത്രത്തിലെ എല്ലാ CCTV ക്യാമറകളും തകർത്തുവെങ്കിലും ആ ഗർഭഗൃഹത്തിനുള്ളിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. അതിൻ്റെ DVR മറ്റൊരു സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത്. കള്ളന്മാർക്ക് അതറിയില്ലായിരുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ദൈവം പറഞ്ഞതുപോലെ ആ ക്യാമറ തന്നെയാണ് പിന്നീട് കൊലയാളികളെ കണ്ടെത്താൻ പോലീസിന് സഹായകമായത്. പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ സ്നീഫർ ഡോഗ്സിനെയും അവിടെ കൊണ്ടുവന്നു. പക്ഷേ നായകൾ ക്ഷേത്രം ചുറ്റി നടന്നതല്ലാതെ മറ്റൊരിടത്തേക്കും പോയില്ല. എന്നാൽ പോലീസ് അതിനെ പരാജയമായി കണ്ടില്ല. കൊലയാളികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽപ്പെട്ടവരായിരിക്കാം എന്ന നിഗമനത്തിൽ അവരെത്തി. അവരുടെ ആ സംശയം ശരിയാണെന്ന് തെളിയിക്കുന്നത് പോലെ കള്ളന്മാർ ശ്രദ്ധിക്കാതെ പോയ ആ ഗർഭഗൃഹത്തിലെ CCTVയും അതിലെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന DVRും സത്യം പുറത്തു കൊണ്ടുവന്നു. അതുമാത്രമല്ല, CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടൽ മരവിച്ചുപോയി. കാരണം കൊലയാളികളെ ഉടൻ കണ്ടെത്തണമെന്ന് പോലീസിനോട് സമ്മർദ്ദം ചെലുത്തിയ ആളും ബാധിതരുടെ കുടുംബത്തിനായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞയാളും റോഡിലിറങ്ങി പ്രതിഷേധിക്കും, ബസ്സുകൾ തകർക്കും എന്ന് വിളിച്ചു പറഞ്ഞയാളും അവൻ തന്നെയാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ മുഖ്യ പ്രതി. ശിവന്റെ 3ാം കണ്ണുപോലെ ആ CCTV ദൃശ്യങ്ങളാണ് സത്യം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. ക്യാമറ ദൃശ്യങ്ങൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ അന്വേഷണ സ്ഥലത്ത് തങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് വലിയ ആളെ പോലെ ചോദ്യം ചെയ്തിരുന്ന അവന്റെ മുഖം വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. അവരെ സമ്മർദ്ദത്തിലാക്കിയ ആ രംഗങ്ങളെല്ലാം അവരുടെ കൺമുന്നിൽ ഇങ്ങനെ കടന്നുപോയി. അവനെ പോലീസ് എങ്ങനെ പിടികൂടിയെന്നറിയണ്ടേ? മുൻപും നിരവധി സംഘർഷ മോഷണ കേസുകളിൽ അവൻ അറസ്റ്റിലായിരുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ നാഗരാജ്
പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ സമയത്താണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോഴാണ് പോലീസ് അവനെ തിരിച്ചറിഞ്ഞത്. ഉടൻ അറസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, കൊലപാതകം നടത്തിയ ശേഷം അവർ സോക്സ് ധരിച്ച് വളരെ എളുപ്പത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവിടെയാണ് അവർക്കൊരു വലിയ പിഴവ് സംഭവിച്ചത്. അതെ, കൊലപാതകം നടത്തുമ്പോൾ സോക്സ് ധരിച്ചിരുന്നുവെങ്കിലും ആ നിരപരാധികളായ 2 സുരക്ഷാ ജീവനക്കാരുടെ രക്തം അവന്റെ സോക്സിൽ പറ്റിയിരുന്നു. അത് ശ്രദ്ധിച്ച നാഗരാജ് ക്ഷേത്ര മതിൽ ചാടി രക്ഷപ്പെടുന്നതിന് മുൻപ് വളരെ കൃത്യമായി ചിന്തിച്ചു. സാധാരണ ക്ഷേത്ര മതിലുകൾ വെള്ളയും ചുവപ്പും നിറത്തിലായിരിക്കും പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രക്തക്കറ വെള്ള ഭാഗത്ത് പതിയാതിരിക്കാൻ അവൻ കാൽ ചുവപ്പ് പെയിന്റ് ചെയ്ത ഭാഗത്താണ് വെച്ചത്. അങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും പോലീസ് ആ ചുവപ്പ് പെയിന്റ് ഉള്ള ഭാഗത്ത് നിന്നും രക്തസാമ്പിൾ ശേഖരിച്ചു. അതിന് പിന്നാലെ കാലടി ചുവടുകൾ പരിശോധിച്ച് അത് നാഗരാജിൻ്റെതാണെന്ന് ഉറപ്പാക്കി. പിന്നീട് നാഗരാജിനെ ചോദ്യം ചെയ്തപ്പോൾ അതേ ഗ്രാമത്തിലെ മുനിയാണ്ടി ഉൾപ്പെടെ 4 പേർ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതായും സമ്മതിച്ചു. അതേസമയം മറ്റ് പ്രതികളെ പോലീസ് തിരഞ്ഞു കണ്ടെത്തി. 2025 നവംബർ മാസം 11-ാം തീയതി രാത്രി അറസ്റ്റിലായ നാഗരാജിനോട് പോലീസ് ചോദിച്ചു, മോഷ്ടിച്ച ആഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ദളവായിപുരം ജംഗ്ഷൻ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം അത് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. ആഭരണങ്ങൾ കണ്ടെത്താനായി നവംബർ മാസം 12 ബുധനാഴ്ച പുലർച്ചെ തന്നെ പോലീസ് അവനെ അവിടെ കൊണ്ടുപോയി. അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സ്ഥലത്ത് തിരഞ്ഞപ്പോൾ അവൻ മുൻപ് ഒളിപ്പിച്ചിരുന്ന ഒരു വെട്ടുകത്തി അവൻ പുറത്തെടുത്തു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന SI കോട്ടയപ്പ സ്വാമിയുടെ ഇടതുകൈ വെട്ടി. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് കണ്ട ഇൻസ്പെക്ടറായ രമേശ് കണ്ണൻ ഉടൻ ജാഗ്രതയിലായി. സ്വയം രക്ഷിക്കാനും അവനെ രക്ഷപ്പെടുന്നതിൽ നിന്നും തടയാനുമായി അദ്ദേഹം നാഗരാജിന്റെ വലത് കാലിൽ വെടിവെച്ചു. പരിക്കേറ്റ SI കോട്ടയ സ്വാമിയെയും കാലിൽ വെടിയേറ്റ കൊലയാളി നാഗരാജിനെയും രാജപാളയം സർക്കാർ ആശുപത്രിയിൽ അടുത്തടുത്ത ബെഡുകളിൽ ചികിത്സയിലാക്കി. ഈ കേസിലെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കൊലപാതകം നടത്തിയ ശേഷവും അവൻ വളരെ ധൈര്യത്തോടെ അവരെ ചുറ്റി നടന്നിരുന്നു. പോലീസിനെ അടുത്തു നിന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കുന്നത് അവൻ എത്രത്തോളം തയ്യാറെടുപ്പോടെയും ആത്മവിശ്വാസത്തോടെയും ഈ കുറ്റകൃത്യം നടത്തിയെന്നാണ്. കാരണം സാധാരണ ആളുകൾക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കില്ല. അതേസമയം വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അവൻ അബദ്ധത്തിൽ ഒരായുധം ക്ഷേത്രത്തിൽ വിട്ടുപോയിരുന്നു. അത് എടുത്തുകൊണ്ട് പോകാനായിട്ടാണ് നാഗരാജ് വീണ്ടും അവിടെയൊക്കെ ചുറ്റി നടന്നത്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളിൽ പലരും ഇപ്പോഴും ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുകയാണ്. നിങ്ങളുടെ ആ ഒരു ചെറിയ ലൈക്ക് എനിക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഇതുപോലുള്ള കേസ് അന്വേഷണ കഥകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.